ചപ്പാത്തി, ബെറോട്ട, നാൻ, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി പറ്റിയ ഒരു ആലു പാലക് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം കുറച്ച് നന്നായിട്ട് ചുമക്കുകയും വേണം. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും എടുത്ത് മാറ്റിക്കാം. ശേഷം അതേ പാനിൽ തന്നെ എണ്ണ നേരത്തെ ഉണ്ട്, ഇനി എണ്ണ ഒഴിക്കണ്ട. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വശക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വശക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് മെയിൻ താരമായ പാലക് ഇട്ട് കൊടുക്കാം. പാലക് ചീര ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മസാലയുടെ കൂടെ ചേർക്കണം. ഇനി നമുക്ക് നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിരുന്ന ആലു പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പാലക് ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, പെറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.